പോകുന്നത് ലൂപ്സ് ആണ്. ലൂപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടൈം ലൂപ്പ് എന്നൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പൊ ലൂപ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം അതേപോലത്തെ ഒരു സാധനമാണ്. സോ ലൂപ്പ് എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇങ്ങനെ ഒരു പ്രോബ്ലം വരണം. ഓക്കെ, പ്രിന്റ് all numbers from 1 to 10. 1 മുതൽ 10 വരെയുള്ള എല്ലാ നമ്പേഴ്സും പ്രിന്റ് ചെയ്ത് നിങ്ങൾക്ക് പറയാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രിന്റ് 1, പ്രിന്റ് 2, പ്രിന്റ് 3, പ്രിന്റ് 4, പ്രിന്റ് 5 ഇങ്ങനെ പ്രിന്റ് ചെയ്യോ? ഇങ്ങനെ പ്രിന്റ് ചെയ്യോ? അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അപ്പൊ നമുക്ക് ഒരേ കാര്യം റിപ്പീറ്റ് ആയിട്ട് പിന്നെയും ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ലൂപ്പ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഫോർ ലൂപ്പിനെ പറ്റി. പല ടൈപ്പ് ലൂപ്പ് ഉണ്ട്. ഓക്കെ, പല ടൈപ്പ് ലൂപ്പ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഫോർ ലൂപ്പിനെ പറ്റിയാണ്. ഫോർ ലൂപ്പ്. ഓക്കെ, ഫോർ ലൂപ്പ് ശ്രദ്ധിച്ചേക്കണേ. അപ്പൊ ഇതിന്റെ സിന്റാക്സ് എങ്ങനെയാണ്? ഫോർ ലൂപ്പിന്റെ സിന്റാക്സ് എങ്ങനെയാണ്? ഫോർ. ഓക്കെ, ഇവിടെ ഒരു വേരിയബിളിന്റെ പേര് കൊടുക്കണം. ആ വേരിയബിൾ എന്തോ ഐ എന്നോ, നമ്മൾ കോമൺ ആയിട്ട് പൈത്തണിലൊക്കെ ഐ എന്നാണ് വിളിക്കുക. ഞാനിപ്പോ ഐ എന്നാണ് വിളിക്കുക. ഐ എന്നോ എ എന്നോ ബി എന്നോ ജെ എന്നോ കെ എന്നോ എന്തുകൊണ്ടും വിളിക്കാം. ഞാനിപ്പോ ഫോർ ഐ എന്ന് പറഞ്ഞ വേരിയബിൾ ആണ്. ഈ വേരിയബിൾ ആണ് ഐ ട്രബിൾ എന്ന് പറയുന്നത്. ഐട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേരിയബിൾ ആണ്. ഫോർ ഐ ഇൻ റേഞ്ച്. ഫോർ ഐ ഇൻ റേഞ്ച്. അതേപോലെ ഐ ഇൻ റേഞ്ച്. ഇനി എവിടം തൊട്ട് എവിടം വരാമെന്ന് എന്ത് ചെയ്യുക? ഈ റേഞ്ചിന്റെ ബ്രാക്കറ്റ് ആണ് സ്പെസിഫൈ ചെയ്യുക. ഓക്കെ, 1 2 10 ആണോ? അല്ല, നമുക്ക് ആദ്യം ജസ്റ്റ് ഞാൻ 10 എന്ന് മാത്രം എടുക്കാം. ജസ്റ്റ് ഞാൻ 10 എന്ന് മാത്രം എടുക്കാം. ഫോർ ഐ ഇൻ റേഞ്ച് 10. ഇതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐ ഉണ്ടല്ലോ, ഈ ഐ എന്ന് പറയുന്ന വാല്യൂ ഇവിടെ എത്രയാണോ നമ്മൾ റേഞ്ച് കൊടുത്തിരിക്കുന്നത് ആ റേഞ്ചിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഞാൻ ഇവിടെ വന്നിട്ട് ഇൻഡന്റേഷൻ ഉണ്ട്. അവിടെ ഇൻഡന്റേഷൻ ഉണ്ട്. പ്രിന്റ് ഐ എന്ന് കൊടുക്കണം. ഓക്കെ, പ്രിന്റ് ഐ എന്ന് കൊടുക്കണം. ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ വരികയെന്നറിയാമോ? ഓക്കെ, ആദ്യം ഫോർ ഐ ഇൻ റേഞ്ച്. റേഞ്ച് നമ്മൾ തുടക്കം കൊടുത്തിട്ടില്ലെങ്കിൽ 0 എന്ന് തുടങ്ങും. തുടക്കം കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 0 എന്നാണ് തുടങ്ങുന്നത്. അപ്പോ ആദ്യം 0 തുടങ്ങും. 0 to നമ്മളുടെ റേഞ്ച് ഇല്ലേ 10 എന്നല്ലേ? അപ്പൊ 9 വരെ പ്രിന്റ്. നമ്മൾ ഏതാണോ കൊടുത്ത റേഞ്ച് 10 എന്ന് പറഞ്ഞാൽ 10 നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാനാണ്. അപ്പൊ 0 നോക്കുമ്പോൾ 10 നമ്പേഴ്സ് വരുന്നപ്പോഴാണ് 9. 0 1 2 3 4 5 6 7 8 9 കേട്ടോ. അപ്പോ നമ്മൾ ഏതാണോ വാല്യൂ കൊടുത്തത് ആ വാല്യൂന് തൊട്ട് മുമ്പത്തെ നമ്പർ വരെ എന്ത് ചെയ്യും? പ്രിന്റ്. ഓക്കെ, അപ്പൊ 0 to 9 പ്രിന്റ് ആവും. അപ്പൊ ആദ്യം ഐയുടെ വാല്യൂ എന്താവും? 0 ആവും. അപ്പൊ പ്രിന്റ് ഐ എന്ന് പറയുമ്പോൾ 0 പ്രിന്റ് ആവും. രണ്ടാമത്തെ ഐയുടെ വാല്യൂ 1 ആവും. 1 പ്രിന്റ് ആവും. രണ്ടാമത്തെ ലൂപ്പ് നോക്കി ഇങ്ങനെ ലൂപ്പ് ചെയ്തിങ്ങനെ വരും. ഓക്കെ, പ്രിന്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ പോകും. ഇവിടെ പോയിട്ട് ഐയുടെ വാല്യൂ പിന്നെയും കൂടും. എത്ര ആവും? 2 ആവും. ഇത് പിന്നെ ലൂപ്പ് ചെയ്ത് ഇവിടെ പോകും. ഐയുടെ വാല്യൂ 3 ആവും. ഐയുടെ വാല്യൂ 4 ആവും. എവിടെ വരെ പോകും? 10 തൊട്ട് മുമ്പ് വരെ. എവിടെ വരെ ഉണ്ടാവും? 4 5 6 7 8 എവിടെ വരെ ഉണ്ടാവും? 9 വരെ എന്ത് ചെയ്യും? പ്രിന്റ് ആയിക്കൊണ്ടിരിക്കും. ഇനി ഇതിന് നമുക്ക് തുടക്കം അവസാനം സെറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ് ഫോർ ഐ ഇൻ റേഞ്ച്. ഫോർ ഐ ഇൻ റേഞ്ച് ഞാൻ പറയാണ് 1 to 5. ഇപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 തൊട്ട് പ്രിന്റ് ആവില്ല. ഇവിടെ ഏതാണോ വാല്യൂ കൊടുത്തേക്കുന്നത് ആ വാല്യൂ തൊട്ട് പ്രിന്റ് ആവും. ഓക്കെ, ഞാനത് ഡബിൾ കോട്ട്സ് കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? പ്രിന്റ് ഐ ആണ് പ്രിന്റ് ആവുന്നത്. ആദ്യം ഐയുടെ വാല്യൂ ഇവിടെ ഫസ്റ്റത്തെ വാല്യൂ എത്ര? ഐയുടെ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, ലൂപ്പ് ചെയ്ത് പിന്നെയും പോകും. ഐയുടെ വാല്യൂ 2 ആവും. ഐയുടെ വാല്യൂ 3 ആവും. ഐയുടെ വാല്യൂ 4 ആവും. ഐയുടെ വാല്യൂ 4 ആവുമ്പോൾ നിൽക്കും. പിന്നെ 5 ആവില്ല. 5 അവസാനത്തെ നമ്പർ എന്ത് ചെയ്യില്ല? പ്രിന്റ് ആവില്ല. അപ്പൊ 1 to 4 വരെ എന്ത് ചെയ്യും? പ്രിന്റ് ആവും. ക്ലിയർ ആണോ? നമുക്ക് കോഡ് പ്ലേ ഗ്രൗണ്ട് ചെയ്തു നോക്കാം. ഇനി നമുക്ക് ഫോർ ലൂപ്പ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഫോർ ലൂപ്പ് ഓക്കെ, നമുക്ക് ഫോർ ലൂപ്പ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇനി ഹാഷ് ഇട്ട് എഴുതുന്ന സാധനമൊന്നും കോഡിൽ എക്സിക്യൂട്ട് ആവത്തില്ല. ഓക്കെ, അതിന് കമൻസ് എന്നാണ് പറയാം. ഫോർ ലൂപ്പ് നോക്കാം. ഫോർ ലൂപ്പ് എങ്ങനെ ചെയ്യാം? ഇപ്പോൾ സപ്പോസ് എനിക്ക് 1 മുതൽ 10 വരെ പ്രിന്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. എന്ത് ചെയ്യാം? ഫോർ ഐ ഇൻ റേഞ്ച്. ഓക്കെ, ഫോർ ഐ ഇൻ റേഞ്ച്. അതിൽ നമുക്ക് എവിടെ തൊട്ടാണോ മീൻസ് എത്ര നമ്പർ പ്രിന്റ് ചെയ്യണം? 10 നമ്പർ പ്രിന്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? കൊടുക്കാം. ഫോർ ഐ ഇൻ റേഞ്ച് 10.
അപ്പോൾ ശ്രദ്ധിക്കാം, ഞാനത് കൊടുക്കുമ്പോൾ എന്തോ ഒരു പ്രിൻ്റ് ഐ, അതിനകത്ത് എന്ത് ചെയ്യുക, പ്രിൻ്റ് ഐ എന്ന് എഴുതാം. അപ്പോൾ എന്താ സംഭവിക്കുക, ആദ്യം ഐയുടെ വാല്യൂ 0 ആവും, പിന്നെ 1 ആവും, പിന്നെ 2 ആവും, പിന്നെ 3 ആവും. ഇതിങ്ങനെ കറങ്ങി നടന്നുകൊണ്ടേയിരിക്കും. ഐയുടെ വാല്യൂ 0 ആയിട്ട് ഇവിടെ വരുമ്പോൾ പ്രിൻ്റ് ആയി 0 പ്രിൻ്റ് ആവും. ഐയുടെ വാല്യൂ 2 ആവുമ്പോൾ 2 പ്രിൻ്റ് ആവും. ഐയുടെ വാല്യൂ 3 ആവുമ്പോൾ 3 പ്രിൻ്റ് ആവും. ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. റൺ കണ്ടോ, 0 1 2 3 4 5 6 7 8 9 കണ്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ റേഞ്ച് കൊടുത്ത് നോക്കാം. ഓക്കെ, സോ ഞാൻ പറയുന്നു 1 to 10 എനിക്ക് പ്രിൻറ്റ് ചെയ്യണം. 1 to 10 നമുക്ക് ശ്രദ്ധിച്ചേക്കാം. 1 to 10 പ്രിൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 10 പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഈ 10 ഇതിനകത്ത് ഉണ്ടാവില്ല. ഇത് സ്റ്റാർട്ടിങ് ഇൻഡെക്സ് ആണ്, ഇത് എൻഡിങ് ഇൻഡെക്സ് ആണ്. ഓക്കെ, എൻഡിങ് ഇൻഡെക്സ് ഉണ്ടാവില്ല, എൻഡിലുള്ള സാധനം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഓക്കെ, അപ്പോൾ നോക്കാം. റൺ കണ്ടോ, 1 2 3 4 5 6 7 8 9 കണ്ടോ. അപ്പോൾ എനിക്ക് 10 വരെ വേണം, ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ 11 കൊടുക്കണം. ഓക്കെ, കണ്ടോ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എനിക്കിപ്പോൾ സപ്പോസ് 50 തൊട്ട് 100 വരെ വേണമെന്ന് വിചാരിക്കാം. 50 to 100 ഉണ്ടോ, 50 51 52 53 54 55 56 57 58 59 60 61 ഉണ്ടോ. 100 കിട്ടിയോ? ഇല്ല, 100ന് തൊട്ട് മുമ്പുള്ള നമ്പർ വരെ പ്രിൻ്റ് ആവത്തുള്ളൂ. ഓക്കെ, 100 വരെ വേണമെങ്കിൽ 101 പ്രിൻ്റ് ആവുക. ഉണ്ടോ, 100 വരെയും പ്രിൻ്റ് ആയി. ഓക്കെ, സോ ഇനി അത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ, നമ്മളിനി നോക്കാൻ പോണത് നമുക്ക് എന്താണ് ഫോർ ലൂപ്പ് നോക്കാം. ഓക്കെ, ഫോർ ലൂപ്പ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ആ ലൂപ്പിനകത്ത് തന്നെ ഒരു പ്രോബ്ലം ഉണ്ട്. ഓക്കെ, പ്രിന്റ് ഈവൻ നമ്പേഴ്സ് ഫ്രം 1 to 10. 1ന്റെയും 10ന്റെയും ഇടയ്ക്കുള്ള ഈവൻ നമ്പേഴ്സ് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്യാം. 1ന്റെയും 10ന്റെയും ഇടയ്ക്കുള്ള ഈവൻ നമ്പേഴ്സിനെ പ്രിന്റ് ചെയ്യാം. നിങ്ങൾക്കറിയാം ഈവൻ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണ്. ഇപ്പൊ ഞാൻ സപ്പോസ് 2 ഈവൻ നമ്പർ അല്ലെങ്കിൽ 6 ഈവൻ നമ്പർ, 6നെ ഞാൻ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കും. 6നെ ഞാൻ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് എനിക്ക് എത്ര കിട്ടും, 3 4, റിമൈൻഡർ എന്ത് കിട്ടും, 0. ഇപ്പൊ ഈവൻ നമ്പർ 2 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ റിമൈൻഡർ എന്ത് വരും, 0 വരും. അതായത് ഈവൻ നമ്പറിനെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ, 2ന്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, 0ക്ക് ഈക്വൽ ആയിരിക്കും. ഈവൻ നമ്പർ 2 വെച്ച് അതിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ റിമൈൻഡർ എടുക്കുന്ന നമ്മൾ നേരത്തെ പഠിപ്പിച്ചായിരുന്നു. ഓക്കെ, പഠിപ്പിച്ചില്ലെങ്കിൽ ഞാൻ നോക്കിക്കോ, മോഡുലസ്, ഇതിനെ വിളിക്കുന്ന പേര് മോഡുലസ് എന്നാണ്. മോഡുലസ്. ഓക്കെ, ദിസ് ഈസ് യൂസ്ഡ് ഫോർ ടേക്കിംഗ് റിമൈൻഡർ. റിമൈൻഡർ എടുക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുക. റിമൈൻഡർ എടുക്കാൻ വേണ്ടിയാണ് മോഡുലസ് യൂസ് ചെയ്യുക. ഓക്കെ, റിമൈൻഡർ എടുക്കാൻ വേണ്ടിയാണ് മോഡുലസ് യൂസ് ചെയ്യുക. അപ്പോ ഈ 6നെ, അതായത് ഈവൻ നമ്പർ ഏതായാലും അതിന് 2 വെച്ചിട്ട് അതിന്റെ റിമൈൻഡർ എടുക്കാൻ നോക്കിയെങ്കിൽ എപ്പോഴും എന്തായിരിക്കും, 0 വരും. നിങ്ങൾ ഓഡ് നമ്പർ ചെക്ക് ചെയ്ത് കൊടുക്കുക. 3 എത്ര തവണ, ഒരു തവണ, 2 ആണോ, ബാക്കി എന്ത് റിമൈൻഡർ 1 വരും. അല്ല, റിമൈൻഡർ ഏതെങ്കിലും ഒരു നമ്പർ വരും. ഓക്കെ, ഇപ്പൊ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വരുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ഓഡ് നമ്പർ. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഈവൻ നമ്പർ. ഈ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, 1 തൊട്ട് 10 വരെയുള്ള ഈവൻ നമ്പറിനെ പ്രിന്റ് ചെയ്യാൻ പോകണം. നമുക്കറിയാം 1 തൊട്ട് 10 വരെ പ്രിന്റ് ചെയ്യാൻ പറയുമ്പോൾ എപ്പോഴും ഇത് പ്രിന്റ് അടിക്കാൻ പറ്റത്തില്ല. നമ്മൾ ലോജിക്ക് അപ്ലൈ നോക്കണം. നമ്മൾ എഴുതാൻ പോകുന്നതാണ്, അത് നമ്മൾ ഫോർ ലൂപ്പ് എടുക്കും. ഫോർവേഡ്, ഓക്കെ, ഐ ഇൻ റേഞ്ച്, എവിടെ തൊട്ട് എവിടെ വരാം, 1 തൊട്ട് 10 വരെ. 10 ഇൻക്ലൂഡ് ആണല്ലോ, 10 ഇൻക്ലൂഡ് ആണെങ്കിൽ 11 വരെ എഴുതണം. 1 to 11. ഇനി 10 വേണ്ടെന്നുണ്ടെങ്കിൽ 10 വരെ എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ, 10 ഇൻക്ലൂഡ് ആണെങ്കിൽ 11 വരെ എഴുതും. കാരണം ഈ 11 തൊട്ട് മുമ്പുള്ള 10 വരെ ചെക്ക് ചെയ്തോ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് 11 ഇൻക്ലൂഡ് അല്ല, 10 വരാം. ഓക്കെ, 1 to 11. ഓക്കെ, അപ്പൊ ഇനി ഡബിൾ കോട്ട് കൊടുക്കുക. ഇനി ശ്രദ്ധിക്കുക. ഇനി എന്താണ്, ഇപ്പൊ ഐയുടെ വാല്യൂ 1 വരും, 2 വരും, 3 വരും, 4 വരും. ഓക്കെ, അപ്പൊ ഈ വരുന്ന ഐയുടെ വാല്യൂ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ കിട്ടുവാണെങ്കിൽ ഈവൻ നമ്പർ. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് ഓഡ് നമ്പർ. അങ്ങനെയല്ലേ, അല്ലെ, ഒരു കണ്ടീഷൻ അല്ലേ വരിക. ഇഫ് I2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരുവാണെങ്കിൽ അത് ഈവൻ നമ്പർ, അല്ലെങ്കിൽ അത് ഓഡ് നമ്പർ. അല്ലെ, അപ്പൊ നമ്മൾ അതിനെങ്ങനെ ഇഫ് കേട്ടോ, ഫോർ ലൂപ്പിനകത്താണ് ഞാൻ ഇഫ് എഴുതുന്നത്. ഫോർ ലൂപ്പിനകത്താണ് ഞാൻ ഇഫ് എഴുതുന്നത്. ഇഫ് ഐയുടെ വാല്യൂ
ഡിവൈഡ് ബൈ മോഡുലസ് 2. ഐനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഐയുടെ വാല്യൂക്കകത്ത് ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും. ഐയുടെ വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. 1 വരും 2 വരും 3 വരും. ഓരോ ലൂപ്പ് വഴി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഐ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 കിട്ടുവാണെങ്കിൽ 0 കിട്ടുവാണെങ്കിൽ ഇത് ശരിയാണെങ്കിൽ പ്രിന്റ് ഐ. കണ്ടോ കണ്ടോ നോക്കൂ, ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു? ഫസ്റ്റ് നോക്കൂ, ഫസ്റ്റ് സ്റ്റെപ്പ് ഐയുടെ വാല്യൂ 1 ആവും. ഓക്കെ, ഐയുടെ വാല്യൂ 1 ആവും. ഐയുടെ വാല്യൂ 1 ആയിട്ട് നേരെ ഇഫിൽ ചെക്ക് ചെയ്യും. ഐ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ മോഡുലസ് 2 ഐ 1 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ വരും. സോ ഇതെന്തല്ല, ഇഫ് കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് കയറില്ല, നേരെ പിന്നെ തുറക്കും, നേരെ പിന്നെ ലൂപ്പ് അടിച്ച് മുകളിൽ പോകും. ഐയുടെ വാല്യൂ 2 ആവും. ഐയുടെ വാല്യൂ 2 ആയിട്ട് പിന്നെ എന്താ വരും? ഐ ഡിവൈഡ് ബൈ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ മോഡുലസ് 0 ആണോ? 2നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ മോഡുലസ് 0 ആണോ? 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് നേരെ അതോട് പോകും. അപ്പൊ ഇപ്പൊ ഐയുടെ വാല്യൂ എന്തോ പ്രിന്റ് ഐനോട്ടെ, ഇപ്പൊ ഐയുടെ വാല്യൂ എന്തോ. അപ്പൊ എന്ത് ചെയ്യും? 2 പ്രിന്റ് ആവും. കണ്ടോ, 1 2 പ്രിന്റ് ആയില്ല, കാരണം ഇഫ് സ്റ്റേറ്റ്മെന്റ് സാറ്റിസ്ഫൈ ചെയ്തില്ല. അപ്പൊ നേരെ പുറത്തുനിന്ന് പറഞ്ഞാൽ നേരെ ലൂപ്പ് അടിച്ച് മുകളിൽ പോയി. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് 2 കഴിഞ്ഞ് അടുത്ത ലൂപ്പ് അടിച്ച് മുകളിൽ പോകും. അപ്പൊ ഐയുടെ വാല്യൂ 3 വരും. ഐയുടെ വാല്യൂ 3 വരുമ്പോൾ ആരും നോക്ക്, 3 മോഡുലസ് ഓഫ് 2 ഇല്ല. അടുത്ത ഐയുടെ വാല്യൂ 4 വരും. 4 ഡിവൈഡ് ബൈ 2 അല്ലെങ്കിൽ 4ന്റെ 2 വെച്ച് എടുക്കുമ്പോൾ റിമൈൻഡർ 0 വരും. അപ്പൊ 4 പ്രിന്റ് ആവും. 5 പ്രിന്റ് ആവില്ല. ഐയുടെ വാല്യൂ 6 ആവുമ്പോൾ 6 പ്രിന്റ് ആവും. കണ്ടോ, ഇങ്ങനെ നമുക്ക് എന്ത് കിട്ടും? എവിടെ വരെ പോകുന്നത്? ഇത് എവിടെ വരെ പോകും? ഐയുടെ വാല്യൂ 10 വരെ പോകും. ഐയുടെ വാല്യൂ 10 വരുമ്പോൾ എന്ത് പ്രിന്റ് ആവും? 2 പ്രിന്റ് ആവും. 2 4 6 8 10 1 മുതൽ 10 വരെയുള്ള ഓൾ നമ്പേഴ്സിന്റെ സംഖ്യ എങ്ങനെ ചെയ്യും? പ്രിന്റ് ആവും. ഇനി എന്റെ ചോദ്യം ഇതാണ്, സപ്പോസ് വി വാണ്ട് ടു പ്രിന്റ്. ഇപ്പൊ നമ്മൾ ഈവൻ നമ്പേഴ്സ് പ്രിന്റ് ചെയ്തത് അല്ലേ? ഇപ്പൊ നമ്മൾ പ്രിന്റ് ചെയ്തത് ഈവൻ നമ്പേഴ്സ് ആണ്. നമുക്ക് സപ്പോസ് ഓഡ് നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഓഡ് നമ്പർ പ്രിന്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഓഡ് നമ്പറിനെ മോഡുലസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടത്തില്ല? റിമൈൻഡർ 0 കിട്ടത്തില്ല എന്നുള്ള കണ്ടീഷൻ വെച്ചാൽ പോരെ. അപ്പൊ അതിനൊരു നോട്ട് ചേർത്താൽ പോരെ. അതായത് ഇവിടെ ഈ കണ്ടീഷൻ തൊട്ട് മുമ്പ് ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം ഇവിടെ ഒരു നോട്ട് ചേർത്താൽ പോരെ. ഇത് ട്രൂ ആണെങ്കിൽ നോട്ട് വരുമ്പോ അത് ഫാൾസ് ആണ് അല്ലെ? അല്ലെങ്കിൽ അതൊന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഈക്വൽ ടു ഇങ്ങനെ. ഇങ്ങനെ ഈ ചിഹ്നം ഇട്ടാലും മതി. ഇതിനർത്ഥം നോട്ട് ഈക്വൽ ടു ആണ്. ഓക്കെ, മറ്റേ എക്സ്പ്ലനേഷൻ മാർക്കും ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു 0. ഇതും എന്താണ്? ഡിവൈഡ് ബൈ 2 നോട്ട് ഈക്വൽ ടു 0 എന്നാണ് വിളിക്കുക. ഇതെന്താ വിളിക്കുക? നോട്ട് ഈക്വൽ ടു 0. ഓക്കെ അല്ലേ? ഇതെന്താണ്? ഈക്വൽ ടു 0. മറ്റേത് നോട്ട് ഈക്വൽ ടു 0. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ലോജിക് ക്ലിയർ ആണോ? ഓഡ് നമ്പേഴ്സിന് എങ്ങനെ പ്രിന്റ് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ്, അതായത് നമുക്ക് ഈവൻ നമ്പർ പ്രിന്റ് ചെയ്യാം. അപ്പോൾ ഈവൻ നമ്പർ എങ്ങനെ പ്രിന്റ് ചെയ്യുന്നത് നോക്കാൻ പോകണം. സോ വളരെ സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യുക? 4i in range. നമുക്ക് എവിടം തൊട്ട് എവിടം വരെയുള്ള ഈവൻ നമ്പറാണ്. ഇപ്പോൾ ഞാൻ 10 ഒന്ന് കൊടുക്കുവാണെങ്കിൽ 9 വരെയുള്ള ഈവൻ നമ്പർ കിട്ടും. 11 ഒന്ന് കൊടുക്കുവാണെങ്കിൽ 10 വരെയുള്ള ഈവൻ നമ്പർ കിട്ടും. ഓക്കെ, 0 to 10 വരെയുള്ള ഈവൻ നമ്പർ കിട്ടും. ഇനി എനിക്ക് 1 തൊട്ട് 10 വരെയുള്ള ഈവൻ നമ്പറാണ് വേണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? 1,11 കൊടുക്കണം. ഓക്കെ അല്ലേ? സോ അതിനുശേഷം ഇവിടെ നമ്മളെ ഡബിൾ കുത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം? ശ്രദ്ധിക്കുക, ഇഫ് നമ്മൾ ചെക്ക് ചെയ്യാണ്. ഓക്കെ, ഇവിടുത്തെ ഐ എന്ന് പറയുന്ന ഈ വാല്യൂ ഐ മോഡുലസ് ഓഫ്
മോഡുലസ് ഓഫ് 2 ഐ 2h ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് സംഭവിക്കണം? പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ആയി. 0 അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യരുത്, അത് നേരെ പോയി അടുത്ത ലൂപ്പിലങ്ങ് പോയി കയറും. നോക്കിപ്പോൾ ഐ 2h ഡിവൈഡ് ചെയ്യുമ്പോൾ 0 ആണ് കിട്ടുന്നതെങ്കിൽ അത് ഉറപ്പായിട്ട് ഈവൻ നമ്പർ ആയിരിക്കും. അങ്ങനെ ആണെങ്കിൽ അത് പ്രിന്റ് ആവും. അല്ല എന്നുണ്ടെങ്കിൽ അത് നേരെ പോയിട്ട് പിന്നെ അടുത്ത ലൂപ്പിൽ അടുത്ത വാല്യൂ ആവും. ഓക്കെ അല്ലേ? നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ? 1 മുതൽ 10 വരെ 2, 4, 6, 8, 10. ഇനി ഞാൻ ഇവിടെ നോട്ട് ഈക്വൽ ടു ആക്കുവാണ് കേട്ടോ. നോട്ട് ഈക്വൽ ടു ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു നോട്ട് കൊടുക്കാം. ഇവിടെ ഒരു നോട്ട് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈവൻ നമ്പേഴ്സ് അല്ല ഓഡ് നമ്പേഴ്സ് കിട്ടും. കാരണം ഐ 2h ഡിവൈഡ് ചെയ്യുമ്പോൾ 0 കിട്ടുവാണെങ്കിൽ അത് ട്രൂ ആയിരിക്കത്തില്ല. ഇവിടെ നോട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫാൾസ് ആവും, മറ്റേത് ട്രൂ ആവും. ഇവിടെ ഫാൾസ് വരുന്നത് നോട്ട് കൊടുക്കുമ്പോൾ ട്രൂ ആവും. മനസ്സിലായോ? തിരിഞ്ഞു വരും. ചെക്ക് ചെയ്യാം. കണ്ടോ? 1 3 5 7 9. കണ്ടോ? ഇതിനാണ് നമ്മൾ കൺസോൾ എന്ന് വിളിക്കുക, ഈ ഔട്ട്പുട്ട് കിട്ടുന്ന സ്ഥലത്തിന്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുക്കാതെ നമുക്ക് വേറൊരു വഴിയുണ്ട്. ഒരു ഈക്വൽ ടു മാറ്റിയിട്ട് അതിന് പകരം എന്ത് ചെയ്യുക? ഒരു എക്സ്ക്ലമേഷൻ സൈൻ കൊടുക്കുക. ഓക്കെ, സോ അങ്ങനെയായാലും അത് നോട്ട് ഈക്വൽ ടു എന്നാണ് പറയുക. ഐ 2h ഡിവൈഡ് ചെയ്യുമ്പോൾ 0 കിട്ടത്തില്ലെങ്കിൽ എന്നാണ് ഉദ്ദേശിക്കുക. നോട്ട് ഈക്വൽ ടു. കണ്ടോ? 1 3 5 7 9. ഇത് നോട്ട് ഈക്വൽ ടുവിൻ്റെ ചിഹ്നമാണ്. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈവൻ നമ്പർ കിട്ടും, അല്ലെങ്കിൽ ഓഡ് നമ്പർ കിട്ടും. ഓക്കെ, ഇത് രണ്ടും നമുക്ക് ഒറ്റ ഇതിൽ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഒറ്റ ഇതിൽ ചെയ്യണമെങ്കിൽ നോക്കാം, ഞാൻ പറഞ്ഞുതരാം. രണ്ടോ ഒറ്റ ഇതിൽ ചെയ്യണം എന്ന് വിചാരിക്കാം. സപ്പോസ് ഓരോ നമ്പർ ഓഡ് നമ്പറാണോ ഈവൻ നമ്പറാണോ നമുക്ക് പ്രിന്റ് ചെയ്യണം. അങ്ങനെ ഒരു കണ്ടീഷൻ നോക്കിയാലും നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇത് ഈക്വൽ ടു ആണ്. എന്നിട്ട് ഞാൻ പറയാണ് ഐ ഈവൻ നമ്പർ. ഇപ്പോൾ ഇവിടെ എന്താ ശരിക്കും നടക്കുക? നമ്മൾ ഐ റേഞ്ച് 1 തൊട്ട് 11 വരെയുള്ള ഐ വരും. ഓക്കെ, 1 തൊട്ട് 11 വരെയുള്ള സാധനങ്ങൾ ഇങ്ങനെ ഐട്രേറ്റ് ചെയ്ത് വരും. ആദ്യം ഐ ഇവിടെ ഒന്ന് നോക്കും. ഐ 2h ഡിവൈഡ് ചെയ്യുമ്പോൾ 0 ആണോ കിട്ടുന്നത്? 0 ആണെങ്കിൽ ആ ഐ എന്താണ്? ഈവൻ നമ്പറാണ്. അപ്പോൾ ഐയുടെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? ഈവൻ നമ്പർ എന്ന് കൂടെ പ്രിന്റ് ചെയ്തു. ഓക്കെ, ഇനി ഈ ഐ 2h ഡിവൈഡ് ചെയ്യുമ്പോൾ 0 അല്ല കിട്ടുന്നെങ്കിൽ അത് ഓഡ് നമ്പർ അല്ലേ? അപ്പോൾ അത് എൽസ് കേസ് അല്ലേ? അപ്പോൾ നമ്മൾ എൽസ് കൊടുക്കും. എൽസ് കണ്ടോ? 4ന്റെ അകത്താണ് ഈഫ് ഉള്ളത്. കണ്ടോ? അതുകൊണ്ട് 4 കഴിഞ്ഞിട്ട് സ്പേസ് ഉള്ള സംഭവം. ഓക്കെ, അപ്പോൾ ഇഫിൻ്റെ നേരെ താഴെ വേണം എൽസ് വരാൻ. ഓക്കെ, എൽസിൻ്റെ നേരെ താഴെ പ്രിന്റ് ഐ എന്ത് കൊടുക്കാം? ഓഡ് നമ്പർ. കണ്ടോ? ഇപ്പം എന്ത് നടക്കുക? ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ 1 വരുന്നു. ആ ഐ ഈക്വൽ ടു 1 ആയിരുന്ന കേസിൽ ഇവിടെ വന്ന് ചെക്ക് ചെയ്യും. ഇഫ് 1 2h ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് റിമൈൻഡർ ഉണ്ട്, 0 അല്ല. അപ്പോൾ അതെന്ത് ചെയ്യും? നേരെ എൽസ് കേസിൽ പോകും. എന്നിട്ട് എൽസ് കേസിൽ പോയിട്ട് ഐ പ്രിന്റ് ചെയ്യും. എന്നിട്ട് ഓഡ് നമ്പറാണ് പ്രിന്റ് ചെയ്യും. അടുത്ത 2 ഇവിടെ ലൂപ്പിൽ 2 ആവും. 2ൽ പ്രിന്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? 2ൽ പ്രിന്റ് ആകുമ്പോൾ നോക്കിയാൽ 2 ഡിവൈഡ് ബൈ 2 റിമൈൻഡർ വരുന്നത് 0 ആണ്. അപ്പോൾ ഇഫിനകത്തോട്ട് കയറി പോയിട്ട് ഈവൻ നമ്പർ എന്ന് പ്രിന്റ് ആവും. അടുത്ത 3 വരും. 3 എങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും? നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. റൺ. കണ്ടോ? 1 ഓഡ് നമ്പർ, 2 ഈവൻ നമ്പർ, 3 ഓഡ് നമ്പർ, 4 ഈവൻ നമ്പർ, 5 ഓഡ് നമ്പർ, 6 ഈവൻ നമ്പർ. കണ്ടോ? സോ ഇങ്ങനെയാണ് നമ്മൾ ഫോർ ലൂപ്പ് ചെയ്യാം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ ഓക്കെ അപ്പോൾ നമ്മൾ നമ്പേഴ്സ് വെച്ചിട്ട് എങ്ങനെ ഫോർ ലൂപ്പ് റൺ ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഫോർ ലൂപ്പ് റൺ ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്ട്രിംഗ് വെച്ചിട്ട് ഫോർ ലൂപ്പ് എങ്ങനെ റൺ ചെയ്യാൻ പറ്റുമോ നോക്കാം. സ്ട്രിംഗ് ഒരേ ഒരു വ്യത്യാസമുള്ളൂ. നമ്മൾ എന്ത് ചെയ്യാം? ആ റേഞ്ച് അങ്ങ് മാറ്റാം. നോക്കി ഞാനിപ്പോ പറയാം. എ ഈക്വൽ ടു എ എന്ന് പറയുന്ന വേരിയബിൾ ആദ്യം എന്ത് ചെയ്യും? ഒരു സ്ട്രിംഗ് വെച്ചു. സ്ട്രിംഗിന്റെ പേര് അബ്സ്റ്റിക്കർ. ഓക്കെ, സ്ട്രിംഗിന്റെ പേര് അബ്സ്റ്റിക്കർ എന്ന് വെച്ചു. എ ഈക്വൽ ടു അബ്സ്റ്റിക്കർ എന്ന് വെച്ചു. എന്നിട്ട് ഞാൻ പറയാം ഫോർ ഐ ഇൻ റേഞ്ച് ഇല്ല, ഐ ഇൻ എ എന്ന് പറഞ്ഞാൽ ഈ ഏതാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഐ ഇൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐക്ക് ഇപ്പൊ അബ്സ്റ്റിക്കർ തന്നെ നമ്മുടെ വേരിയബിൾ ഐ ഓരോ തവണ ലൂപ്പ് ചെയ്ത് വരുമ്പോഴും ഐക്ക് ആദ്യം യു എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞ് ഐ ലൂപ്പ് ചെയ്ത് വരുമ്പോൾ അടുത്ത പി എന്ന് പറഞ്ഞ വാല്യൂ വരും.
അടുത്ത എസ് എന്ന് പറഞ്ഞ വാല്യൂ വരും, അടുത്ത കെ എന്ന് പറഞ്ഞ വാല്യൂ വരും, അടുത്ത ഐ എന്ന് പറഞ്ഞ അതാണ് മനസ്സിലായി. ഈ സ്ട്രിങ്ങിനകത്തുള്ള ഓരോ അക്ഷരങ്ങൾ വെച്ച് ഐക്ക് വാല്യൂ കിട്ടിക്കൊണ്ടിരിക്കും. ഞാനിപ്പോ പ്രിന്റ് ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കേ, ഫസ്റ്റ് സ്റ്റെപ്പിൽ ഐയുടെ വാല്യൂ യു ആയിരിക്കും. അപ്പൊ പ്രിന്റ് ഐ എന്ന് പറയുമ്പോൾ യു പ്രിന്റ് ആവും. ലൂപ്പ് ചെയ്ത് പിന്നെ ഇവിടെ പോകും, ഐയുടെ വാല്യൂ എന്താവും പി ആവും. അപ്പോൾ പ്രിന്റ് പി വരും. അടുത്ത ഐയുടെ വാല്യൂ പിന്നെയും എസ് ആവും, പ്രിന്റ് എസ് ആവും. അങ്ങനെ ഈ വാക്ക് മൊത്തം എന്ത് ചെയ്യും, അവിടെ താഴെ എന്ത് ചെയ്യും, പ്രിന്റ് ആവും. മനസ്സിലായോ? അപ്പോ സ്ട്രിങ്ങില് ഫോർ ഐ ഇൻ സംഭവം എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥം അതിലെ ഓരോ സ്ട്രിങ്ങിനകത്തുള്ള ഓരോ വാക്കും ആ ഐക്ക് എഴുതിക്കൊണ്ടിരിക്കും. ഇതിങ്ങനെ ലൂപ്പ് അടിച്ചുകൊണ്ടേ ഇത് വെച്ച് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, സോ ഇന്നത്തേക്ക് തൽക്കാലം മതി. നമുക്ക് ബാക്കി കോഡിംഗ് പ്ലേ ചെയ്ത്